നമ്മളിപ്പോൾ ഇവിടെ ജുമേറയിലൊരു കഫ്റ്റീരിയയിലോട്ട് പോകാനുള്ള ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണ്. അൽ ഇജാസ കഫ്റ്റീരിയ എന്നാണ് എൻ്റെ പേര്. നമ്മളിവിടെ മുൻപ് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. എൻ്റെ കസിനെല്ലാം അതിന് മുൻപും വന്നിട്ടുണ്ട്. നമ്മൾ കസിൻ്റെ ഫാമിലിയും മോളൊക്കെ ആയിട്ടൊന്ന് ഷാർജയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സൺഡേ ഈവാണ്. അപ്പം ഇവിടെ എങ്ങനെയായിട്ടും നമ്മളന്ന് വന്നപ്പം കഴിച്ചത് ഷേക്സും ഒക്കെ ആയിരുന്നു. മിൽക്ക് ഷേക്സിന് അവർ ഭയങ്കര പോപ്പുലറാണ്. അത് കൂടാതെ അവിടെ അവരുടെ കുറേ ഫ്രഞ്ച് ഫ്രൈസ് ഐറ്റംസും പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട്. ഇതൊരിക്കലും ഷെയ്ഖ് ഹംദാന് ഇവിടെ വന്നിട്ട്, ഇവിടെ ഷെയ്ഖ് ഹംദാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രൗൺ പ്രിൻസ് ഇവിടെ വന്നിട്ട് ഭയങ്കര പോപ്പുലറായ ഒരു പ്ലേസാണ്. അപ്പം പുള്ളി അതിനെപ്പറ്റി സ്നാപ്ചാറ്റിൽ പുള്ളി ഒരു മെസ്സേജെല്ലാം ഇട്ടപ്പോൾ അത് ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അതാണ് അവർ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടത്. ഭയങ്കര എക്സ്പെൻസീവ് പ്ലേസ് ഒന്നും അല്ല. ഒരു റേഞ്ചെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ 20 ദിറംസിനെല്ലാം മിൽക്ക് ഷേക്സ് ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ്. ഭയങ്കര ചീപ്പല്ല, പക്ഷേ തീരെ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു 100 to 200 ദിറംസിനൊക്കെ 4-5 പേര് പോയി കഴിഞ്ഞാൽ നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഡിഷസൊക്കെ ഉണ്ട്. ജനറലി ഓൾമോസ്റ്റ് എല്ലാ ഡിഷും എനിക്ക് തോന്നുന്നു ലെസ് ദൻ 20 ദിറംസ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ജുമേറിലെത്തി. അപ്പോൾ അതിൻ്റെ അടുത്ത് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് മാറി പാർക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് നടന്നു പോവാണ്. അവിടെ പാർക്കിങ്ങിന് കാര്യമായിട്ട് സ്പേസ് ഇല്ല. അപ്പം അതുമല്ല, സാധാരണ എപ്പോഴും ഏത് സമയം വന്നാലും നല്ല ക്രൗഡഡ് ആണ് പ്ലേസ്. നമ്മൾ മുൻപ് പോയിരിക്കുന്ന 2 പ്രാവശ്യവും രാത്രി 12:30ക്കും 1 o'clockനൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ്, 9:30 ആയിട്ടുള്ളൂ രാത്രി. അപ്പോൾ എന്തായാലും പോയിട്ട് നോക്കാം. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും 2-3 കഴിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ദുബായിൽ നമ്മൾ പുറത്തിറങ്ങാം. ദുബായിൽ ഇന്ന് നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല മഴ പെയ്തു, സാധാരണ വ്യത്യാസമായിട്ട്. ദുബായിൽ ഇങ്ങനെ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാവാറുള്ളൂ. നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ പുറത്തെല്ലാം ഒരു 19 ഡിഗ്രി സെൽഷ്യസ് ആണ് വണ്ടിയിൽ കാണിക്കുന്നത്. അപ്പം ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ലെസ് ദാൻ അറൗണ്ട് 15 ഡിഗ്രി സെൽഷ്യസ് ഓർ സംതിങ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കുറേ ഈട്രീസ് ഉണ്ട് ഈ സ്ഥലത്ത്. ഇത് ബുർജുൽ അറബിൻ്റെ തൊട്ടടുത്താണ്. ബുർജുൽ അറബിൻ്റെ ഇപ്പം ഷേഖ് സായിദ് നിന്ന് വരികയാണെങ്കിൽ ബുർജുൽ അറബിൻ്റെ സിഗ്നലിന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ യൂട്ടേൺ എടുക്കുമ്പോൾ ഈ പ്ലേസിലെത്തുന്നത്. ഇവിടെ നിറയെ ചെറിയ ചെറിയ ഷോപ്സാണ്. വേറെ ബർഗേഴ്സും സാൻഡ്വിച്ചസും ഒക്കെ കിട്ടുന്ന കുറേ പ്ലേസ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് നോക്കാം. ഇവിടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈനിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മളിത് തുടങ്ങി നോക്കട്ടെ, അതിനുശേഷം നമ്മൾ ഈ ഏരിയയിൽ മൊത്തം കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ശരി. ഓക്കെ, ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഇവിടെ മിൽക്ക് ഷേക്സ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെയും ഒക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് പിന്നെ ചിക്കു എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് സാധനമാണ്. അത് നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അബൂദ് എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അബൂദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് കഴിച്ച നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അബൂദ് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്, പോപ്പുലറായ സാധനമാണ്. അബൂദിൽ ആക്ച്വലി ഷമാം, സ്വീറ്റ് മെലണും പിന്നെ മാംഗോയുടെ ഒരു മിക്സാണ്. പിന്നെ നമ്മൾ വേറെ ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ലോട്ടസ് ഫ്രാപ്പയാണ്. അതും നമ്മൾ മുൻപ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ചില്ലി ചീസി ഫ്രൈസ് അടിപൊളിയാണ്. നമ്മളത് മുൻപ് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഗിർഗിർ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു കെബാബ്സ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ അത് 2 ഓർഡർ ചെയ്തിട്ടുണ്ട്, 3 ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട്. പിന്നെ ഒരു ഹസൻ മത്തർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷവർമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാപ്പാണ്. ചീസെല്ലാം വെച്ചിട്ട്, ചെദർ ചീസെല്ലാം വെച്ചിട്ടുള്ളൊരു റാപ്പാണ്. അപ്പോൾ നമ്മൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് ഗിർഗിർ റാപ്പ് എന്ന് പറയുന്ന സംഭവം. ഇത് ആണ് ഹസൻ മട്ടൻ. ഓക്കെ, ഇതൊരു ഷവർമ ബേസ്ഡ് റാപ്പാണ്. അപ്പോൾ നമ്മൾ ഗിർഗിർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നുമില്ല. ക്വാണ്ടിറ്റി എല്ലാം ജസ്റ്റ് ഒരു സാധാരണ ഷവർമയുടെ ഒക്കെ സൈസ് അല്ലെങ്കിൽ കുറച്ച് കുറവാണ്.
പക്ഷെ അടിപൊളി ടേസ്റ്റ്. ഇതാണ് നമ്മുടെ ചില്ലി ചീസി ഫ്രൈസ്. ഇത് നമ്മൾ മുൻപ് കഴിച്ച സാധനമാണ്. ഇവിടുത്തെ ഒരു ഗംഭീരമായിട്ടുമാണ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഒന്ന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തോളൂ. നമ്മുടെ ഷേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മാഫി മുഷ്ക് എന്ന് പറഞ്ഞ സാധനം. കുടിച്ചോ കട. അടിപൊളി ടേസ്റ്റാണ്, നല്ല കിടിലൻ ഫിഷ് ഷേക്കാണ്. ആർക്കും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ചിക്കും പിന്നെ ഈ പാഷൻ ഫുഡിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആർക്കും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഷേക്കാണ്. ബർഗർ നല്ല ടേസ്റ്റിയാണ്. ആർക്കൂടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പം ഇത് മാത്രം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒന്നും മതിയാവില്ല. പക്ഷെ നമ്മൾ മിൽക്ക് ഷേക്കും ചീസി ഫ്രൈസും എല്ലാം കൂടി ഓർഡർ ചെയ്തുകൊണ്ട് ഇതൊന്ന് ധാരാളമാണ്. അല്ലെങ്കിൽ ഇത് ഒന്ന് മാത്രം കഴിക്കുകയാണ്, കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷേ ഇത് വെരി ചീപ്പാണ്. ആകെക്കൂടെ 7.5 ദിറംസ് മാത്രമേ ഉള്ളൂ ഇതിന്, ഈ റാപ്പിന്. ഷേക്സിനൊന്നും എവറിത്തിങ് ഈസ് ലെസ് ദൻ 20 ദിറംസ്. അപ്പം നല്ല ഫുഡാണ്. നമ്മൾ ബാക്കിയെല്ലാം ഇതാണ് ലോട്ടസ് ഫ്രാപ്പെ. നമ്മൾ മുൻപ് കഴിച്ച സാധനമാണ്, നല്ല ടേസ്റ്റ് സാധനമാണ്. അബൂദ് ഞാൻ ട്രൈ ചെയ്തതാണ്. നമ്മൾ ട്രൈ ചെയ്യാത്തൊരു സാധനം ഈ മാഫി മുഷ്കിൽ എന്ന് പറയുന്ന സാധനം മാത്രമായിരുന്നു. അതും അടിപൊളിയാണ്. ജനറലി ഇന്ന് ഓർഡർ ചെയ്ത ഫുഡെല്ലാം നല്ല ഗംഭീര ഫുഡാണ്, അടിപൊളിയാണ്. റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. മോഡറേറ്റ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ് ഒരു ബർഗർ റാപ്പും ഷേക്കും ചീസ് ഫ്രൈസ് എല്ലാം കൂടെ തന്നെ. അപ്പോൾ നമ്മൾ ടേക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ബില്ല് മാത്രമേ 136 ദിറംസ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിൽ ഒരു 4 ഷേക്കും 4 റാപ്സും ഒരു 2 ചീസി ഫ്രൈസും ഇവിടുന്ന് കഴിക്കുകയും ചെയ്തു. പിന്നെ ലോട്ടസ് റാപ്പെല്ലാം റഫ്ലി ഒരു 25 to 30 ദിറംസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് റീസണബിളായിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഒരിത്. ജനറലി നന്നായിട്ട് ഇഷ്ടമായി, നല്ല സ്ഥലമാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യും ഇവിടെ പോരാൻ. നല്ല ഫുഡ് കിട്ടും, ഓരോരുത്തരുടെ ഫ്ലേവേഴ്സ് അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള ഷേക്ക് കഴിക്കാം. വെരി റീസണബിൾ പ്രൈസ്.